ശ്രീ രാജു പി നായർ, തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് സുപ്രഭാതം പത്രത്തിൽ ഒരു മുഴുനീള പരസ്യം, അത് എന്താണ്, പൗരത്വ ഭേദഗതിയിൽ മുസ്ലിങ്ങളുടെ ആശങ്കയെപ്പറ്റി. അന്ന് തന്നെ ദീപിക പത്രത്തിൽ മണിപ്പൂരിന്റെ ആശങ്കയെപ്പറ്റി, വേറെ പൗരത്വ ഭേദഗതി, അതൊക്കെ പറയും അത് രാഷ്ട്രീയമാണ്. അതിനപ്പുറം സൗഹൃദമുണ്ട് ജാവദേക്കറുമായി, RSSന്റെ വക്താക്കളുമായി, നേതാക്കളുമായി, ഇനി ഗഡ്കരിജിയുമായി ഒക്കെ ഈ പറയുന്ന രാഷ്ട്രീയാതീതമായ സൗഹൃദമുണ്ട്. പ്രശ്നം എന്താണ്? മുഖ്യമന്ത്രി ചോദിച്ച പോലെ. ഹാഷ്മി, എന്തായാലും ഈ ചർച്ചയ്ക്ക് CPM ആളെ വിടണ്ടാൻ തീരുമാനിച്ചത് BJPയുടെ പ്രതിനിധി ഉണ്ടല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കണം. എന്തായാലും ശ്രീ ശിവശങ്കരൻ അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം കൂട്ടുകച്ചവടക്കാർ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ പിണറായി വിജയനെ പോലെ പെരുമഴയിൽ നിർത്തിയിട്ട് പോകരുത്, അവരെ സംരക്ഷണം. അതിന് ഞാൻ ശിവശങ്കരനെ അഭിനന്ദിക്കുകയാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞ സൗഹൃദങ്ങൾ, ഞങ്ങൾക്ക് സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ അവരുടെ കല്യാണത്തിന് വിളിച്ചാൽ ഞങ്ങൾ പോകും. അവരായിട്ട് മറ്റുള്ള സൗഹൃദങ്ങൾ ഞങ്ങൾക്കുണ്ടാകാം. അങ്ങ് പറയുന്ന പോലെ തന്നെ മറ്റു പലരുടെയും വലിയ വിശ്വസ്തരായിട്ടുള്ള കൂട്ടുകാരൊക്കെ മറ്റു പാർട്ടിയിലൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കല്യാണം ഇതൊന്നും അല്ല ചർച്ച ചെയ്തത്. ഇപ്പം ഈ പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജൻ്റെ ചെറുമോൻ്റെ ബർത്ത്ഡേക്കാണ് വിളിച്ചിട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രമാത്രം വലിയ ചർച്ചയാവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതല്ല സംഭവിച്ചതെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഹാഷ്മി, EP ജയരാജൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് എന്താ? പ്രകാശ് ജാവ്ദേക്കറുമായി നടന്ന കൂടിക്കാഴ്ച പാർട്ടി അറിയിച്ചില്ല എന്നുള്ളതാണ്. ഇനി ഹാഷ്മി, പിണറായി വിജയൻ എന്താ പറഞ്ഞത്? ഞാനും ജാവ്ദേക്കറുമായി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കണ്ടു, ഇല്ലേ, ഞങ്ങൾ സൗഹൃദ സംഭാഷണം നടത്തി. ഹാഷ്മി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനാണല്ലോ. പിണറായി വിജയനും ജാവ്ദേക്കറും തമ്മിൽ എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ, അവിടെ ഇത്തരത്തിലൊരു സൗഹൃദമായിട്ടൊരു സംഭാഷണം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് അല്ലേ അത്? ഒന്നുമില്ലെങ്കിൽ ഒരു കൗതുക വാർത്തയെങ്കിലും ആണല്ലോ. ഹാഷ്മിക്ക് ആ വാർത്ത ലഭിച്ചിരുന്നോ? ഏതെങ്കിലും കല്യാണ വീട്ടിലൊക്കെ ആവാലോ സർ, ഏതെങ്കിലും കല്യാണ വീട്ടിലോ ഏതെങ്കിലും പരവാസ്തവലിക്കോ. ഞാൻ ഇപ്പോൾ ഇലക്ഷന്റെ മൂർധന്യാവസ്ഥയിൽ കല്യാണത്തിനൊക്കെ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. പോട്ടെ, ഇനി സമയം ഉണ്ടാക്കി പോയത് എല്ലാവരും ഒത്തുചേർന്ന് ഏതെങ്കിലും കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ ഒരു നർമ്മ സംഭാഷണം പങ്കുവെച്ചതാണെങ്കിലോ രാജു? പിണറായി വിജയൻ ഏത് സ്വകാര്യ പരിപാടിക്ക് പോയാലും അദ്ദേഹത്തിന് ചുറ്റും ക്യാമറകളുണ്ട്. ഹാഷ്മി നിഷേധിക്കാൻ പറ്റുമോ? പ്രകാശ് ജാവ്ദേക്കർ അത്ര ചെറുപ്പക്കാരൻ BJPയുടെ മറ്റേ ബൂത്ത് സെക്രട്ടറി അല്ലല്ലോ. ആ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി, ഈ സംസ്ഥാനത്തിന്റെ പ്രഭാരിയല്ലേ. ഇവരെ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്നൊരു വേദിയിൽ ക്യാമറ ഉണ്ടാവില്ല എന്ന് ഹാഷ്മിയൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ പിണറായി വിജയനും ഈ ജാവ്ദേക്കറുമായിട്ട് നടന്ന കൂടിക്കാഴ്ച പാർട്ടിയെ അറിയിച്ചിട്ടില്ല. അപ്പൊ EP ജയരാജനും പിണറായി വിജയനും ചെയ്ത തെറ്റ് ഒന്ന് തന്നെയാണ്. അവിടെയാണ് ഇവരുടെ തമ്മിലുള്ള കൂട്ടുകച്ചവടം നടക്കുന്നത്. അതാണ് കൃത്യമായിട്ട് പറഞ്ഞത്. ഇത് കൂട്ടുകച്ചവടമാണ്. EP ജയരാജനെ പിണറായി വിജയന് തള്ളിപ്പറയാൻ കഴിയാത്തത്. ഇവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് നടന്ന പരിപാടിയാണ്. ഇനി ഹസ്കർ ഇവിടെ സൂചിപ്പിക്കുകയാണ്, ഞങ്ങൾ ജയരാജനെതിരെ നടപടിയെടുക്കും, 4-ാം തീയതി വരെ, എന്താ മറ്റന്നാൾ തിങ്കളാഴ്ച വരെ കാത്തോളൂ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഹസ്കർ, ഞാൻ മറ്റൊരു നറേറ്റീവ് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒന്ന് തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ EP ജയരാജൻ ഈ പിണറായി വിജയനെ ഈ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും തോൽപ്പിച്ച് തകർത്തതിന് ശേഷം BJP പോകാനുള്ള പ്ലാനാണോ? അതല്ലെങ്കിൽ EP ജയരാജൻ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹം പറഞ്ഞാൽ മാത്രം ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്ന ദല്ലാൽ നന്ദകുമാറിനെ കൊണ്ട് എന്തിനാണ് ഇത്തരത്തിലൊരു ആരോപണം, ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്? എന്തിനാണ് VS അച്യുതാനന്ദൻ മോഡലിൽ ഒരു തിരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ ഞാൻ പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടിരുന്നു എന്നുള്ള സത്യം ഒരു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വിളിച്ചു പറഞ്ഞത്? അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാമായിരുന്നല്ലോ. വോട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ സരസമായിട്ടും ഒക്കെ തള്ളിക്കളയുള്ള വൈഭവം അദ്ദേഹത്തിനുണ്ടല്ലോ. വളരെ കൃത്യമായിട്ട് VS അച്യുതാനന്ദന്റെ അതേ മാതൃകയിൽ ഈ തെരഞ്ഞെടുപ്പ് രാവിലെ അന്ന് പിച്ചു ചീത്തപ്പെട്ട 19 വെട്ടുകളിൽ ജീവൻ നഷ്ടമായ ഒരു വിപ്ലവകാരിയെ കാണാൻ വേണ്ടി പോയതാണ്. അതൊരു ആശയമാണ്, അതൊരു പ്രത്യയശാസ്ത്രമാണ്. അതുപോലെയാണോ ജാവ്ദേക്കർ വീട്ടിൽ വന്ന കാര്യം ജയരാജൻ വെളിപ്പെടുത്തുന്നത്? അല്ലല്ല, ഞാനത് നിഷേധിക്കുന്നില്ല. ഹാഷ്മി പറയുന്നത് ഞാൻ നിഷേധിക്കുന്ന, ഞാൻ മോഡലിനെ പറഞ്ഞോളൂ, നിഷേധിക്കുന്നില്ല. പക്ഷെ VS അച്യുതാനന്ദന്റെ ലക്ഷ്യം പിണറായി വിജയനെ തകർക്കാനായിരുന്നു. അത് അദ്ദേഹത്തിന് അത്ര വലിയൊരു സ്നേഹമൊന്നുണ്ടെന്ന് അതിനൊക്കെ ഞാൻ അധികം കടക്കുന്നില്ല ഹാഷ്മി. ഇപ്പോൾ എന്തായാലും VS അച്യുതാനന്ദന്റെ അന്നത്തെ ലക്ഷ്യവും പിണറായി വിജയനെ തകർക്കുക എന്നുള്ളതായിരുന്നു. രമയ്ക്ക് നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നില്ല. അതേ മാതൃക EP ജയരാജൻ നടത്തിയത്. അപ്പൊ പിണറായി വിജയനെ തകർത്ത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ആ 10% ബാക്കി വെച്ചത് ഈ പാർട്ടിയെ തകർത്തിട്ട് ഞാൻ BJPയിലേക്ക് വന്നേക്കുന്നതാണോ? ഹസ്കർ മറുപടി പറയണം. നിങ്ങൾ ആദ്യം പറഞ്ഞത് EP ജയരാജനെ തള്ളി പറയുകയാണെങ്കിൽ അതിന്റെ കാരണം ഇതായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇത്തരത്തിൽ വലിയ കോലാഹലം. ദല്ലാൽ നന്ദകുമാറിന് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് കാര്യം? ദല്ലാൽ നന്ദകുമാർ ആരുടെ ആളാ? EP ജയരാജന്റെ ആള്. അങ്ങനെയാണെങ്കിൽ ഹസ്കർ പറഞ്ഞു വെക്കുന്നത്
ഇ.പി. ജയരാജൻ കേരളത്തിലെ പാർട്ടിയെ തകർക്കാനുള്ള എല്ലാ ആസൂത്രണവും നടത്തി അത് നിർവഹിച്ച ശേഷം ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹം BJP-യുമായിട്ട് സന്ധി ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇത് രണ്ടിൽ ഒന്നേ പറ്റുള്ളൂ ഹസ്കറെ, അതല്ലാതെ ഇതോ രണ്ടുമല്ലാത്ത ഒന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ വെട്ടിൽ വീണിരിക്കുകയാണ്. നിങ്ങൾ ഒരു പാർട്ടി കോൺഗ്രസിൽ നിന്ന് ചില നേതാക്കന്മാർ ഉത്തരേന്ത്യയിൽ പോയതിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ നിങ്ങൾ നോക്കി. പക്ഷെ നിങ്ങൾ ബംഗാളും ത്രിപുരയും നടന്നത് മുൻകൂർ നടത്തിക്കൊണ്ടിരിക്കുക. ബംഗാളും ത്രിപുരയിലും പാർട്ടി തോറ്റ് മുച്ചോടും പോയി കഴിഞ്ഞപ്പോഴാണ് പാർട്ടി ഓഫീസ് ഉൾപ്പെടെ മുഴുവൻ അംഗങ്ങളും അണികളും സിപിഎമ്മിന്റെ പാർട്ടിയെ തന്നെ ഞാനൊരു കാര്യം കൂടി ഉറപ്പിച്ചു പറയാം. ഹാഷ്മി, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു സംശയം വേണ്ട, എഴുതി വെച്ചോ. സീതാറാം യെച്ചൂരി പാർട്ടി നേതൃത്വം ഒഴിയുകയും ബംഗാൾ ഈ പാർട്ടി ഇനി അപ്രസക്തമാവുകയും ചെയ്താൽ കേരളത്തിലെ CPM NDA ഘടകകക്ഷിയാവും. പിണറായി വിജയന്റെ മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം വന്നില്ലെങ്കിൽ നിങ്ങളെ മകളെ പിടിച്ച് അകത്തിടുമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ CPM NDA ഘടകകക്ഷിയാവും. അതിന്റെ സൂചനയാണ് NDA ഘടകകക്ഷി ഇപ്പോ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഇരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ പറയുന്ന ഒക്കെ സത്യമാണെങ്കിൽ, ഈ പറയുന്ന ഒക്കെ കച്ചവടമാണെങ്കിൽ അതൊരു കോക്കസ് അല്ലേ ഉണ്ടാവുള്ളൂ. ഇത് ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ പിടിച്ച ചെങ്കൊടിയുള്ള പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ മൊത്തത്തിൽ കൊണ്ട് വേറൊരു ക്യാമ്പിൽ കൊണ്ട് കെട്ടാൻ പറ്റും എളുപ്പമാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ഹസ്കർ, അതൊക്കെ തീർന്നു ഹാഷ്മി, അതെല്ലാം തീർന്നു. അതൊന്നും തീർന്നിട്ടില്ല സാർ, അതൊന്നും തീർന്നിട്ടില്ല സാർ, അതൊന്നും തീർന്നിട്ടില്ല. ഈ പോയ തെരഞ്ഞെടുപ്പിൽ ആ തൃക്കാക്കര ഭാഗത്തോട് പോയി നോക്കിയാൽ കാണാം, ആ പൊരിവെയിലത്ത് ക്യാമ്പിലിരിക്കുന്ന പാവം CITU ചേട്ടന്മാരെ കാണാം. പരമപാവം, ഒരു ലാക്കും ഇല്ലാത്ത 10 വയസ്സായാലും എടുക്കാതെ CITU ചേട്ടന്മാരെ അവിടെ കണ്ട. അപ്പൊ അങ്ങനത്തുള്ളവരുടെ പാർട്ടി ഇനി കുറച്ചുപേരെ വിചാരിച്ചാൽ അങ്ങനെ പോലും നടക്കുന്നില്ല. ഇവിടെ സത്യമെങ്കിൽ ഒരു മിനിറ്റ് 10 സെക്കൻഡ് ഹാഷ്മി പറയുന്നതായിരുന്നു സത്യമെങ്കിൽ VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചപ്പോൾ തെരുവിലിറങ്ങിയ പാർട്ടി പ്രവർത്തകരെ പോലെ ഇന്നലെ ഇ.പി. ജയരാജനെതിരെ തെരുവിലിറങ്ങുമായിരുന്നു. സമൂഹ മാധ്യമത്തിലെ പോലും ഇ.പി. ജയരാജനെ തള്ളിപ്പറയാൻ ഈ പാർട്ടിയിൽ ഏതെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു ചെങ്കൊടി പിടിച്ച അണി തയ്യാറായിട്ടുണ്ടോ? ഒരു പ്രകടനം നടത്താൻ തയ്യാറുണ്ടോ? ഇ.പി. ജയരാജനെതിരെ ഈ പാർട്ടിയെ ഒരു ക്രൂഷ്യൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിസന്ധിയിലാക്കിയ ഇ.പി. ജയരാജനെതിരെ മിണ്ടിയിട്ടുണ്ടോ? രാവിലെ പിന്നിൽ നിന്ന് കുത്തിയ ഇപിക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാവേണ്ടതായിരുന്നു. ശരിയാണ്, ശരി, ഞാൻ അങ്ങനെ ശരി, ഞാനെത്താം.